السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നാം ഓരോരുത്തരും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബ് അവലംബമാക്കിക്കൊണ്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളും എന്നത് വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ റുക്നുകളെ കുറിച്ചാണ് അവസാനമായി നമ്മൾ സംസാരിച്ചു വന്നത്. നിസ്കാരത്തിന് 14 റുക്നുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് നമുക്കത് പറഞ്ഞു നോക്കാം. ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റതി, രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്നാമത്തേത് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ, നാലാമത്തേത് അർ-റുകൂഉ, അഞ്ചാമത്തേത് വർ-റഫഉ മിൻഹു അഥവാ അൽ-ഇഅ്തിദാൽ, ആറാമത്തേത് വസ്സുജൂദു അലൽ അഅളാഇ സബ്അതി, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് നിർവഹിക്കുക, ഏഴാമത്തേത് സുജൂദിൽ നിന്ന് നേരെ ഇരിക്കൽ, വൽ ഇഅ്തിദാലു മിൻഹു, സുജൂദിൽ നിന്ന് ഉയരൽ എന്നിട്ട് നേരെയാവൽ, എട്ടാമത്തേത് വൽ ജൽസതു ബൈന സജ്ദതൈൻ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, സുജൂദിന് ശേഷം ഉയരൽ, ആ ഉയർന്ന് നേരെ നിൽക്കൽ, അതിനിടയിൽ ഇരിക്കൽ, ഒക്കെ റുക്നാണ്. ഈ 8 റുക്നുകളെ കുറിച്ചാണ് ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുമ്പോൾ നമ്മൾ ഹിഫ്ളാക്കാൻ നമുക്ക് സാധിക്കും, മനഃപ്പാഠമാക്കാൻ അത് നമ്മെ സഹായിക്കും. ഇനി ഒരവസരം കൂടി കാത്തിരിക്കരുത്. ഈ ഒരു വിശദീകരണത്തിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. ഇത് പൂർത്തിയാവലോടുകൂടി 14 റുക്നുകളും നമ്മൾ ഹിഫ്ളാക്കണം. അതിന് മുന്നേ ഉള്ള 8 ഷർത്തുകളുണ്ട്, വുദൂഇന്റെ ഷർത്തുകളുണ്ട്, വുദൂഇന്റെ ഫർളുകളുണ്ട്, വുദൂ മുറിയുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അത് വഴിയെ നമുക്ക് ചോദിക്കാം. അള്ളാഹു പഠിച്ചു മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. 8 റുക്നുകളാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത്. 9ാമത്തെ റുക്ൻ അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദർസിൽ. വത്തുമഅനീനതു ഫി ജമീഇൽ അഫ്ആൽ. അത്തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അസ്സുകൂൻ, ശാന്തമാവുക, അടക്കം പാലിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
അത്വമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കം പാലിക്കുക എന്നതാണ്. ഫി ജമീഇൽ അഫ്ആൽ, നിസ്കാരത്തിലെ എല്ലാ പ്രവർത്തികളിലും തുമഅനീനത്ത് വേണം. ഇല്ലെങ്കിൽ നിസ്കാരത്തെ അത് സാരമായി ബാധിക്കും. എന്താണ് സഹോദരങ്ങളെ തുമഅനീനത്തിന്റെ ഖദർ? എന്താണ് അതിന്റെ മാനദണ്ഡം? എന്താണ് മാനദണ്ഡം? റുക്കൂഇലെത്തി തുമഅനീനത്ത് വേണമെന്ന് പറഞ്ഞു. എന്താണ് അവിടെയുള്ള തുമഅനീനത്ത് കൊണ്ടുള്ള ഉദ്ദേശം? എത്രയാണ് തുമഅനീനത്ത് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം റുക്കൂഅ് ദീർഘിപ്പിക്കുക, ഒരുപാട് സമയം റുക്കൂഇൽ അടക്കം പാലിക്കുക എന്നതാണ് അവിടുത്തെ സുന്നത്ത്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തുമഅനീനത്ത് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ ആ സ്ഥലത്തുള്ള ദിക്ർ ചൊല്ലാൻ എടുക്കുന്ന സമയം നമ്മൾ പ്രത്യേകം ഓർക്കണം. കൂടുതൽ സമയം അവിടെ ചെലവഴിക്കലാണ് എന്ത്? സുന്നത്ത്. എന്നാൽ ഒരു ദിക്ർ, ഒരു തവണ ചൊല്ലൽ, അതിനുള്ള സമയമെങ്കിലും അവിടെ നിൽക്കണം. ഒരാൾ റുക്കൂഇലേക്ക് പോയി, സുബ്ഹാന റബ്ബിയൽ അദീം, ഇത് പറയാനുള്ള സമയം ആൾ എടുക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അതുപോലും പറയാനുള്ള സമയം ഒരാൾക്കില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അയാളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലും പറയാൻ ഒരാൾക്ക് ശാന്തത ഇല്ലെങ്കിൽ, അടക്കം പാലിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് പിന്നെ അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ചെയ്യുന്ന ഇബാദത്ത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കുക. തുമഅനീനത്തിന്റെ മാനദണ്ഡം, അതിന്റെ സമയപരിധി എന്നത് ഒരു തവണ ആ സ്ഥലത്തുള്ള ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. അഥവാ സുബ്ഹാന റബ്ബിയൽ അദീം. ഇനി സുജൂദിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഇഅ്തിദാലിലാണെങ്കിൽ റബ്ബനാ വലക്കൽ ഹംദ്. അത് ചൊല്ലാനുള്ള സമയം അവിടെ നിൽക്കണം. എളുപ്പമാണ്. ഇത് ഒരാൾക്ക് സാധിക്കുക എന്നത് വളരെ എളുപ്പമാണ്. ഇത്ര ഒരാൾ ശ്രദ്ധിച്ചാൽ തന്നെ അയാളുടെ തുമഅനീനത്ത് പൂർത്തിയായി. അതാണ് സഹോദരങ്ങളെ തുമഅനീനത്തിന്റെ മാനദണ്ഡം എന്നുള്ളത്. ഇത് നിസ്കാരത്തിന്റെ റുക്കിനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് ഇല്ലെങ്കിൽ നിസ്കാരം ഒരാൾ നിസ്കരിക്കാത്തത് പോലെയാണ്. തുമഅനീനത്തില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾ നിസ്കരിച്ചിട്ടില്ല. എന്താണ് അതിനുള്ള തെളിവ്? ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ ഈ ഭാഗത്ത് തെളിവ് കൊടുത്തിട്ടുണ്ട്. വദ്ദലീലു ഹദീസുൽ മുസീഇ, തന്റെ നിസ്കാരം ശരിയാക്കാതിരുന്ന ഒരാളുടെ ഹദീസ്, അതാണ് അതിനുള്ള തെളിവ്. മോശമായി നിസ്കരിച്ച വ്യക്തിയുടെ ഹദീസ് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ആ വ്യക്തി സ്വഹാബിയാണ്. അതുകൊണ്ട് മോശമായി നിസ്കരിച്ച വ്യക്തി എന്ന് പറയുന്നതിനേക്കാൾ തന്റെ നിസ്കാരം നന്നാക്കാത്ത വ്യക്തിയുടെ നിസ്കാരം എന്ന് പറയലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്താൻ അനുയോജ്യം. ഒരു ഫായിദ എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദഖല റജുലുൻ ഫസല്ലാ. നമ്മളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തി വന്നു, എന്നിട്ട് നിസ്കരിച്ചു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിന് ശേഷം അദ്ദേഹം വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോവുക, എന്നിട്ട് നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. ഹദീസ് റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫഅലഹാ സലാസൻ, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ ആവർത്തിച്ചു. അഥവാ അദ്ദേഹം പോയി നിസ്കരിച്ചു, പിന്നെയും വന്നു സലാം പറഞ്ഞു, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു,
പിന്നെ അദ്ദേഹം വന്നു, പിന്നെയും തിരിച്ചയച്ചു. 3 തവണ ഇത് ആവർത്തിക്കുകയുണ്ടായി. സുമ്മ ഖാല, ഇത് 3 തവണ ആവർത്തിച്ചപ്പോൾ ഈ സഹാബി അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യൻ ലാ ഉഹ്സിനു ഗൈറ ഹാദാ ഫഅല്ലിംനി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ നബിയായിക്കൊണ്ട് ഏതൊരുവനാണോ, ഏതൊരു റബ്ബാണോ ഹക്കായി സത്യപ്രകാരം അങ്ങേ നബിയായി നിയോഗിച്ചു പറഞ്ഞയച്ചത്, ആ റബ്ബ് തന്നെ സത്യം, ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ എനിക്കറിയില്ല. ഫഅല്ലിംനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഖാല, അവിടുന്ന് പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നീ നിസ്കാരത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുക. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം നീ എന്തു ചെയ്യുക, നിനക്ക് മനപ്പാഠമുള്ള ഖുർആനിൽ നിന്ന് വല്ലതും പാരായണം ചെയ്യുക. സുമ്മ ർകഅ, എന്നിട്ട് എന്ത് ചെയ്യുക, നീ റുകൂഉ ചെയ്യുക. ഹത്താ തത്മഇന്ന റാകിഅൻ, റുകൂഇൽ നീ തുമഅനീനത്ത് പാലിക്കുന്നത് വരെ, അടക്കം പാലിക്കുന്നത് വരെ. സുമ്മ ഇർഫഅ, എന്നിട്ട് നീ ഉയരുക. ഹത്താ തഅതദില ഖായിമൻ, നേരെ നിവർന്ന് ഇഅ്തിദാലോടുകൂടി അങ്ങനെ നിൽക്കുന്നത് വരെ. സുമ്മ സ്ജുദ്, ശേഷം നീ സുജൂദ് ചെയ്യുക. ഹത്താ തത്മഇന്ന സാജിദൻ, സുജൂദിൽ നീ അടക്കം പാലിക്കുന്നത് വരെ. സുമ്മ ഇർഫഅ, പിന്നെ സുജൂദിൽ നിന്ന് നീ ഉയരുക. ഹത്താ തത്മഇന്ന ജാലിസൻ, നിന്റെ ഇരുത്തത്തിൽ നീ അടക്കം പാലിക്കുന്നത് വരെ. സുമ്മ ഫഅൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹാ, നിന്റെ നിസ്കാരത്തിലുടനീളം ഈ പറഞ്ഞ രൂപത്തിൽ നീ പ്രവർത്തിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമഅനീനത്ത് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കാൻ. നിസ്കാരത്തിൽ കൈകെട്ടി നിസ്കാരം ആരംഭിച്ചു. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് റുകൂഇൽ പോയാൽ റുകൂഇൽ നീ അടക്കം പാലിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിൽക്കണം, പോവുക, അതേ സ്പീഡിൽ തിരിച്ചു വരിക എന്നത് പാടില്ല. ഒരു തവണ ആ ദിക്ർ ചൊല്ലുന്നത് വരെയെങ്കിലും അവിടെ ഒരാൾ അടങ്ങി താമസിക്കണം എന്ന് പറഞ്ഞാൽ അടക്കം പാലിക്കണം. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാനുള്ള സമയമെങ്കിലും എടുക്കണം. നമുക്കറിയാം 3 തവണ പറയലാണ് അതിന്റെ പരിപൂർണത. ഇനി അതല്ലാത്ത ദിക്റുകളും ആ സന്ദർഭത്തിൽ ചൊല്ലാവുന്നതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ് ധാരാളമായി ഒരുപാട് സമയമെടുക്കാറുണ്ടായിരുന്നു. അതാണ് സുന്നത്ത്. എന്നാൽ നമുക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ട് 1, 2, 3 തവണ ചൊല്ലി അങ്ങനെയെങ്കിലും നമ്മൾ അവിടെ അടക്കം പാലിക്കണം എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിസ്കരിക്കാത്ത ഒരാളോട് പറഞ്ഞു വന്നത്, ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ നിസ്കരിച്ചില്ല, പോയി നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. ഇതേ സംഭവം തന്നെ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വ്യക്തിയോട് പറഞ്ഞത്, എത്ര കാലമായി നീ ഇങ്ങനെ നിസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 40 വർഷങ്ങളായി ഞാൻ ഇങ്ങനെ തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല, ഇതേ നിസ്കാരവുമായി നീ മരിച്ചു പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ച ഈ ശുദ്ധ പ്രകൃതിയുടെ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചവനായി കൊണ്ടാണ് നീ മരിച്ചു പോവുക. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗൗരവത്തിൽ നമ്മൾ നിസ്കരിക്കണം. എന്താണ് നമ്മൾ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ അങ്ങനെ ഒരു ബാധ്യത തീർക്കുക എന്നതുപോലെ നിസ്കരിക്കാനുള്ളതല്ല നമ്മുടെ നിസ്കാരം. നിങ്ങൾ നോക്കൂ, ഇത്ര സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ഇത് പലപ്പോഴും നമ്മുടെ അടുക്കൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ നമുക്ക് കൺകുളിർമ കിട്ടാനും നിസ്കാരത്തിൽ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കാനുമൊക്കെ നമ്മെ സഹായിക്കുന്ന ഘടകമാണ് സഹോദരങ്ങളെ നിസ്കാരത്തിൽ അടക്കം പാലിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച്
സഹോദരിമാർ ശ്രദ്ധിക്കണം, സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഒക്കെ നമ്മൾ കാണാറുള്ളതാണല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ വരുത്തുന്നവരാണവർ. ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, തിരുത്തണം, നമ്മൾ ശരിയാക്കണം, നമ്മൾ നന്നാക്കണം. നമ്മുടെ നിസ്കാരത്തിൽ അബദ്ധങ്ങൾ വരാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ തുമഅനീനത്ത്, അടക്കം പാലിക്കുക എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ പെൺകുട്ടികൾ, സഹോദരിമാർ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ അടക്കത്തോടെ, ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളിൽ എല്ലാം പൊതുവെ ഉള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് പ്രത്യേകം സ്ത്രീകളെ പരാമർശിക്കാതിരുന്നത്. അവരുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് പ്രത്യേകം പറയാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ അർക്കാനുകളൊക്കെ പൊതുവെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇവിടെ പ്രത്യേകം ഇത് സൂചിപ്പിച്ചത് ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്കാണ്. ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. കാരണം അള്ളാഹു നാളെ ആദ്യമായി വിചാരണ ചെയ്യുന്ന നമ്മുടെ ഇബാദത്ത് നിസ്കാരമാണ്. നിസ്കാരം ഒരാളുടേത് ശരിയായാൽ അയാളുടെ ബാക്കിയുള്ളതൊക്കെ ശരിയാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസാണ് തെളിവ്, തുമഅനീനത്തിനുള്ള തെളിവ്. അടക്കം പാലിക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇർജി ഫസല്ലി, നീ തിരിച്ചുപോയി നിസ്കരിക്കുക. ഫഇന്നക ലം തുസല്ലി, തീർച്ചയായും നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിന്റെ നിസ്കാരത്തിൽ കുറവുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്, നന്നാക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെയോ നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് നിസ്കാരമായി പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരങ്ങളെ ഒൻപതാമത്തെ റുക്ൻ. വത്തുമഅനീനതു ഫീ ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവൃത്തികളിലും, എല്ലാ റുക്കിനുകളിലും തുമഅനീനത്ത് പാലിക്കുക. എന്താണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ? അടക്കം പാലിക്കൽ. 10ാമത്തെ റുക്ൻ വത്തർതീബു ബൈനൽ അർക്കാൻ. വത്തർതീബു ബൈനൽ അർക്കാൻ, റുക്നുകൾക്കിടയിൽ തർത്തീബ് പാലിക്കുക. എന്താണ് തർത്തീബ് എന്ന് പറഞ്ഞാൽ? എന്താണ് തർത്തീബ്? എല്ലാം ഒന്ന് തർത്തീബാക്കണം എന്ന് പറയില്ലേ? വഴിക്ക് വഴിയായി ക്രമത്തിൽ ചെയ്യുക. അയ്യോ, അഹ്സൻത്, അതാണ് നല്ല മലയാളം. ക്രമത്തിൽ ചെയ്യുക. എന്താണ് ക്രമത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് എവിടുന്നാണോ അവിടെ നമ്മൾ ആരംഭിക്കുക. അടുത്തതായിട്ട് അവിടുന്ന് എന്താണോ ചെയ്ത് അത് ചെയ്യുക. പിന്നെന്താണോ ചെയ്ത് അങ്ങനെ ചെയ്യുക. അതല്ലാതെ അത് മാറ്റിമറിക്കാൻ പാടുള്ളതല്ല. ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാതെ റുക്കൂഇൽ പോയി, ശരിയാവോ? ഇല്ല. അതുകൊണ്ടാണ് മുന്നേ സൂചിപ്പിച്ചത്, ഇമാമ് റുക്കൂഇലായിരിക്കുമ്പോൾ വൈകി വന്ന മസ്ബൂഖായ ഒരാളെ സംബന്ധിച്ചിടത്തോളം റുക്കൂഅ് അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി. ആ റുക്കൂഇലേക്ക് പോവേണ്ടത് എങ്ങനെയാണ്? നേരെ വന്നിട്ട് റുക്കൂഇലേക്ക് പോവലാണോ? ആണോ? പിന്നെന്താ ഉണ്ട്? ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, എന്നിട്ട് റുക്കൂഇലേക്ക് പോകണം. അവിടെ ഒന്നും ചൊല്ലേണ്ടതില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ട് അപ്പൊ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂഇലേക്ക് പോയാൽ മതി. അവിടെ വേറൊന്നും ചൊല്ലേണ്ടതില്ല. മസ്ബൂഖായി വന്ന അഥവാ വൈകി വന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ ഉള്ള ദിക്റുകളോ സൂറത്തുൽ ഫാത്തിഹയോ ഒന്നും ബാധകമല്ല. കാരണം അതൊക്കെ ചൊല്ലാൻ നിന്നാൽ എന്താവും? ഇമാം റുക്കൂഇൽ നിന്ന് ഉയരും. അതുകൊണ്ട് മസ്ബൂഖിന് എന്താണ്? റുക്കൂഇൽ ഇമാമിനെ കിട്ടിയാൽ ആ റക്അത്ത് കിട്ടി. ആ റക്അത്ത് കിട്ടണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ട് റുക്കൂഇൽ പോകണം. എന്ന് പറഞ്ഞാൽ തർത്തീബ് തെറ്റിച്ചാൽ ശരിയാവുകയില്ല എന്ന് ചുരുക്കം. അതിനാണ് ആ ഉദാഹരണം പറഞ്ഞത്. അപ്പോ തർത്തീബു ബൈനൽ അർക്കാൻ, റുക്നുകൾക്കിടയിൽ തർത്തീബ് വേണം. അതിനുള്ള തെളിവ് എന്താണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഷെയ്ഖ് ഇവിടെ തെളിവ് കൊടുത്തിട്ടില്ല. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ആ ഹദീസാണ് പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞിട്ടുള്ളത്. സല്ലു, നിങ്ങൾ നിസ്കരിക്കുക. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചത്? ഈ രൂപത്തിലാണ്. നിസ്കാരത്തിന് ഇത്ര ഷർത്തുകളുണ്ട്, ഇത്ര റുക്കിനുകളുണ്ട് എന്നൊക്കെ പ്രത്യേകം ഇങ്ങനെ എണ്ണി എണ്ണി ഹദീസിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ആവർത്തിച്ചുള്ള എല്ലാ ഹദീസുകളും കൂട്ടി യോജിപ്പിച്ചിട്ട് പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ തയ്യാറാക്കിയതാണ് എന്ത്? ഈ പറഞ്ഞ അർക്കാനുകളും ശുറൂത്തുകളും വാജിബാത്തുകളും എല്ലാം. അത് കിട്ടിയത് എവിടുന്നാണ് അതിന്റെ അവലംബം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം പരിശോധിക്കും, ഹദീസുകളൊക്കെ കൂട്ടി യോജിപ്പിക്കും. അപ്പൊ ആദ്യത്തെ റുക്കിന് ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ് എന്നിങ്ങനെ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യണം. അതാണ് ഈ തർത്തീബിനുള്ള തെളിവ്. അപ്പൊ ക്രമത്തിൽ തന്നെ സഹോദരങ്ങളെ ചെയ്യണം എന്നുള്ളത് റുക്കിനാണ്. അതൊരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും, നിസ്കാരം ഫസാദായി പോകും, ബാത്തിലായി പോകും എന്നുള്ളതാണ്. 11ാമത്തെ റുക്കിൻ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വത്തശഹുദുൽ അഖീറു റുക്നുൻ. വത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ് റുക്നാകുന്നു. കമാ ഫിൽ ഹദീസി, ഹദീസിൽ വന്നതുപോലെ, അൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും നിവേദനം, അദ്ദേഹം പറഞ്ഞു, കുന്നാ നഖൂലു ഖബ്ല അൻ യുഫ്റദ അലൈന തശഹുദ്, നമ്മുടെ മേൽ തശഹുദ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി, അസ്സലാമു അലാ ജിബ്രീല വ മീകായിൽ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നും അള്ളാഹുവിന്റെ മേൽ സലാം, അതുപോലെ ജിബ്രീലിന്റെ മേലും മീകായിലിന്റെ മേലും സലാം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യകാലത്ത് അവർ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അത് തിരുത്തി കൊടുത്തു, അത് മാറ്റിക്കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹി മിൻ ഇബാദി, അടിമകളിൽ നിന്നും അള്ളാഹുവിന്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. ഫഇന്നല്ലാഹ ഹുവസ്സലാം, കാരണം അള്ളാഹു ആണ് അസ്സലാം. രക്ഷയും സമാധാനവും ഒക്കെ നൽകേണ്ടവൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മളിൽ നിന്ന് അള്ളാഹുവിനൊരു സലാം ഉണ്ടോ? ഇല്ല. അള്ളാഹുവിൽ നിന്ന് നമുക്കാണ് സലാം ലഭിക്കേണ്ടത്. സുരക്ഷിതത്വവും സമാധാനവും രക്ഷയും ഒക്കെ ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, അള്ളാഹു ആണ് അസ്സലാം. വലാകിൻ ഖൂലു, എന്നാൽ നിങ്ങൾ ഇതാ ഇനി മുതൽ ഇങ്ങനെ പറഞ്ഞോളൂ, തശഹുദിൽ ഇനി ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. തശഹുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഈ തശഹുദിന്റെ വിശദീകരണം ഷെയ്ഖ് പറയുന്നുണ്ട്, നമുക്ക് വിശദീകരിക്കാം. അതിനു മുന്നേ അത്തശഹുദുൽ അഖീർ എന്നാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്, അവസാനത്തെ തശഹുദ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവസാനത്തെ തശഹുദാണ് റുക്കിൻ. ഇടയിലുള്ള തശഹുദിനെ സംബന്ധിച്ചിടത്തോളം അത് വാജിബിൽപ്പെട്ടതാണ്, അത് നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് അത് അവസാനം നമ്മൾ പഠിക്കും. അതെന്തല്ല, റുക്കിനല്ല. ഉദാഹരണത്തിന് 3 റക്അത്തുള്ള നിസ്കാരം മഗ്രിബ്, അതിൽ എത്ര തശഹുദുണ്ട്? 2. അതിൽ ആദ്യത്തെ തശഹുദ് എന്തല്ല? റുക്കിനല്ല.
ഇശായിൽ എത്രയുണ്ട്? 2. അതിൽ ആദ്യത്തെ തശഹുദ് റുക്കിനല്ല. ളുഹറിലും അസ്റിലും 2 തശഹുദുകളുണ്ട്. അതിൽ ആദ്യത്തെ തശഹുദ് റുക്കിനല്ല, അത് വാജിബാത്തിൽ പെട്ടതാണ്. എന്താണ് റുക്കിനും വാജിബാത്തും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. റുക്കുൻ ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ ആ റക്അത്ത് പോകും, അതല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാകും. എന്നാൽ വാജിബാത്തിൽപ്പെട്ട ഒരു കാര്യം ഒരാൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു, മനഃപൂർവമല്ല, മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു പോയി, മറന്നുപോയി, നിസ്കാരം ബാത്തിലാവുകയില്ല. സഹുവിന്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അവസാനം വാജിബാത്തുമായി ബന്ധപ്പെട്ട് പഠിക്കും. റുക്കിൻ എണ്ണി പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കണം: വത്തശഹുദുൽ അഖീറു റുക്നുൻ എന്ന് പറഞ്ഞാൽ 11ാമത്തെ റുക്കിൻ അവസാനത്തെ തശഹൂദ്. 12ാമത്തെ റുക്കിൻ വൽ ജുലൂസു ലഹു, അതിനു വേണ്ടി ഇരിക്കൽ. തശഹൂദ് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? തശഹൂദിന് വേണ്ടി ഇരിക്കണം. എങ്ങനെ ഇരിക്കണം? ഏതൊക്കെ രൂപത്തിൽ ഇരിക്കാം? ഇഫ്തിറാഷിന്റെ ഇരുത്തമുണ്ട്, തവർറുക്കിന്റെ ഇരുത്തമുണ്ട്. ആദ്യത്തെ തശഹൂദിലാണെങ്കിൽ സാധാരണ നമ്മൾ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും ഒക്കെ ഇരിക്കുന്ന ഇരുത്തം ഏതാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം? വലതുകാൽ നാട്ടിവെച്ച് ഇടത്തെ കാലിന്മേൽ ഇരുത്തം ഉറപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുക. തവർറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാലോ അത് അവസാനത്തെ തശഹൂദിലാണ് ആ ഇരുത്തം ഇരിക്കേണ്ടത്. ആ ഇരുത്തം എങ്ങനെയാണ്? വലതുകാൽ നാട്ടിവെക്കും, ഇടത്തേക്കാൽ അതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഇരുത്തം നിലത്തുറപ്പിക്കും. ഇതാണ് തവർറുക്കിന്റെ ഇരുത്തം. പിന്നെ 2 സുജൂദുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന, അല്ലെങ്കിൽ സ്വഹാബത്ത് പഠിപ്പിച്ച ഒരു ഇരുത്തം, 2 കാലുകൾ ചേർത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുക എന്നുള്ളതാണ്. 2 കാൽ വിടർത്തി വെച്ച് നടുവിൽ ഇരിക്കുക എന്ന ആ രൂപം വിലക്കപ്പെട്ടതാണ്. മനസ്സിലായോ? 2 കാൽ ചേർത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുക എന്നുള്ളത് അൽ ഇഖ്ആ എന്ന് പറയും, അൽ ഇഖ്ആ. എന്നാൽ 2 കാൽ അകറ്റി വെച്ച് നടുവിൽ ഇരിക്കുക എന്നുള്ളത് ഇഖ്ആ ഉൽ കൽബാണ്. അത് നായ ഇരിക്കുന്ന പോലെ തിരുത്താണ്. അങ്ങനെ ഇരിക്കരുത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സാന്ദർഭികമായി ഇരുത്തങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. വത്തശഹുദുൽ അഖീറു റുക്നുൻ, അതാണ് 11ാമത്തേത്. വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കൽ എന്നതാണ് 12ാമത്തേത്. ഇനി സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ തശഹൂദ് പഠിപ്പിച്ചു കൊടുത്ത രൂപം പറയുന്നുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ കാണാം: അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശഹൂദ് വകഫി ബൈന കഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തശഹൂദ് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്? എന്റെ കൈപ്പത്തി അവിടുത്തെ കൈപ്പത്തിയുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്താണ്. അത്രയും സ്നേഹത്തിൽ, അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നറിയിക്കാൻ അവിടുന്ന് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. എത്രത്തോളം എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വാവ് കുറയാനോ കൂടാനോ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഒരു ഹർഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ അത് അദ്ദേഹം ശാസിക്കാറുണ്ടായിരുന്നു, പിടികൂടാറുണ്ടായിരുന്നു. എങ്ങനെയാണോ അവിടുന്ന് പഠിപ്പിച്ചത് അതുപോലെ ചൊല്ലണം എന്ന് കണിശതയോടെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് കാണാം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത്. അത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അത്തഹിയാത്തിന്റെ ലഫ്ളുകൾ, വാക്കുകൾ സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. വമഅന അത്തഹിയാത്ത്, അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മലയാളത്തിൽ എല്ലാ അഭിവാദ്യങ്ങളും എന്നർത്ഥം വെക്കാറുണ്ട്.
തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം. നമ്മൾ സലാം പറയുന്നത് പോലെ ഒരു ബഹുമാനത്തിന്റെ, പ്രശംസയുടെ, ആദരവിന്റെ പ്രയോഗമാണെന്ത്? തഹിയ്യത്ത്. അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അഭിവാദ്യങ്ങളും എന്ന് മലയാളത്തിൽ അർത്ഥം വെക്കാറുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ജമീഉ തഅദീമാതി ലില്ലാഹി മുൽക്കൻ വസ്തിഹ്ഖാഖൻ. എല്ലാ അഭിവാദ്യം എന്ന ആ വാക്കിനെ അത്തഅദീമാത്ത് എന്നാണ് ശൈഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഥവാ എല്ലാ മഹത്വങ്ങളും എല്ലാ ആദരവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. മുൽക്കൻ വസ്തിഹ്ഖാഖൻ, അവനാണ് അതിന് അധികാരവും അർഹതയും ഉള്ളത്. എല്ലാ പ്രശംസക്കും എല്ലാ ആദരവിനും എല്ലാ മഹത്വത്തിനും അധികാരമുള്ളവൻ ആരു മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. സൃഷ്ടികളെ നമ്മൾ ബഹുമാനിക്കുക, അവരെ പുകഴ്ത്തുക, പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് പോലെയോ പ്രശംസിക്കുന്നത് പോലെയോ അല്ല. അള്ളാഹുവിനുള്ള പ്രത്യേകത എന്താണ്? സർവ്വതും മഹത്വപ്പെടുത്തലായി, പുകഴ്ത്തലായി, പ്രശംസയായി, സ്തുതി പറയലായി എന്തൊക്കെ വാക്കുകളുണ്ടോ, എന്തൊക്കെയുണ്ടോ അതൊക്കെ ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. അവനാണ് അതിന് അധികാരമുള്ളത്. മുൽക്കൻ, അവന് മാത്രമേ അതിന് അധികാരമുള്ളൂ. വസ്തിഹ്ഖാഖൻ, അവനാണ് അതിന് അർഹതയുള്ളത്. വേറൊരാൾക്കും അതിന് അർഹതയില്ല. ഉണ്ടോ? ഒരാൾക്കും ഉണ്ടോ? ഇല്ല, ഒരാൾക്കും അതിന് അർഹതയില്ല. അതുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ മഹത്വവും പുകഴ്ത്തലുകളും പ്രശംസകളും ആദരവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. മിഥ്ലു, അതിൽപ്പെട്ടതാണെന്ത്? അൽ ഇൻഹിനാ. ഇൻഹിനാ എന്ന് പറഞ്ഞാൽ റുക്കൂ അഥവാ വണക്കം. വൽ ഖുദൂ, ഖുദൂ എന്ന് പറഞ്ഞാൽ താഴ്മ. വർ റുക്കൂ, റുക്കൂ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലുള്ള ആ റുക്കൂ. വസ്സുജൂദ്, അതുപോലെ സുജൂദ്. വൽ ബഖാഇ വദ്ദവാം, എന്നെന്നും നിലനിൽക്കുക, എന്നെന്നും ജീവിക്കുക. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും അധികാരപ്പെട്ടതുമാണ്. ഇതൊക്കെ റബ്ബിന് വകവെച്ചു കൊടുക്കുന്ന വാക്കാണെന്ത്? അത്തഹിയ്യാത്ത്. ആ ഒരൊറ്റ വാക്കിൽ എല്ലാം വന്നു. ഒരുപാട് ആശയ സമ്പുഷ്ടമായ വാക്കാണ് അത്തഹിയ്യാത്തു എന്ന ആ ഒരു വാക്ക്. വജമീഉ മാ യുഅദ്ദമു ബിഹി റബ്ബുൽ ആലമീന ഫഹുവ ലില്ലാഹ്. അദ്ദേഹം അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹു, അവനെ കുറിച്ച് പുകഴ്ത്തപ്പെടുന്ന, മഹത്വവൽക്കരിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ളൂ. വമൻ സറഫ മിൻഹു ശൈഅൻ ലിഗൈരില്ലാഹി ഫഹുവ മുശ്രികുൻ. ആരെങ്കിലും അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവ്, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം, അവന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടികളിൽ വല്ലവർക്കും അതിൽ നിന്ന് വല്ലതും കൊടുത്താൽ അവൻ മുശ്രിക്കായി പോകും. കാരണം അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ പ്രശംസിക്കുക, അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇബാദത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ അൽ ഇൻഹിന, വണക്കം, അതുപോലെ താഴ്മ, വിനയം, റുക്കൂ, സുജൂദ്, അതുപോലെ എന്നെന്നും ജീവിച്ചിരിക്കുക എന്ന വിശേഷണം, ഇതൊക്കെ അള്ളാഹു അല്ലാത്ത വല്ലവർക്കും കൊടുത്താൽ അയാൾ മുശ്രിക്കായി പോകുമെന്നാണ്, ഷിർക്കിൽ അകപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, അത്തഹിയ്യാത്തു എന്ന് പറഞ്ഞാൽ എല്ലാ മഹത്വവും എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ത്തലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. വസ്സലവാതു, വസ്സലവാതു എന്ന് പറഞ്ഞാൽ ജമീഉ ദഅവാത്ത്. ഇതിന്റെ വിശദീകരണം എല്ലാ നിസ്കാരങ്ങളും എന്നാണ് നേർക്കുനേരെയുള്ള അർത്ഥം. പക്ഷെ എല്ലാ ഇബാദത്തുകളും, പ്രത്യേകിച്ച് എല്ലാ നിസ്കാരങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു. വത്തയ്യിബാത്തു, വത്തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിശിഷ്ടമായതും എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. അദ്ദേഹം പറയുന്നു അല്ലാഹു ത്വയ്യിബുൻ,
അള്ളാഹു വിശിഷ്ടനാണ്. വലാ യഖ്ബലു മിനൽ അഖ്വാലി വൽ അഅമാലി ഇല്ലാ തയ്യിബിഹാ. വാക്കുകളിൽ നിന്നാവട്ടെ പ്രവൃത്തികളിൽ നിന്നാവട്ടെ വിശിഷ്ടമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ അടിമകൾ ചെയ്യുന്ന നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. കാരണം അള്ളാഹു ത്വയ്യിബാണ്. അത്വയ്യിബ്, അള്ളാഹു അതിവിശിഷ്ടനാണ്. ഏറ്റവും നല്ലത് മാത്രമേ അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നന്നാക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നന്നായിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മോശമായ വാക്കുകൾ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. കാരണം അള്ളാഹു എല്ലാ അർത്ഥത്തിലും അതിവിശിഷ്ടനാണ്. അവന്റെ നാമഗുണ വിശേഷണങ്ങൾ നിങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്? അൽ ഹുസ്ന. അള്ളാഹുവിന്റെ നാമങ്ങൾ അത്യുത്തമമാണ്, ഏറ്റവും മനോഹരമാണ്. മറ്റുള്ള അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ പോലെയല്ല. കേട്ടുകഴിഞ്ഞാൽ പേടി തോന്നുന്ന, അതല്ലെങ്കിൽ ഒരർത്ഥവുമില്ലാത്ത അങ്ങനെയുള്ള പേരുകളല്ല അള്ളാഹുവിന്റെ പേരുകൾ, നാമങ്ങൾ. അതേറ്റവും മനോഹരമാണ്, അത്യുത്തമമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു, ആ നാമം അള്ളാഹു ആണ് ഇലാഹ് എന്നറിയിക്കുന്ന നാമമാണ്. അർ-റഹ്മാൻ, പരമകാരുണികൻ എന്ന് മലയാളത്തിൽ അർത്ഥം പറയും, അങ്ങേയറ്റത്തെ കരുണയുള്ളവൻ. അർ-റഹീം, അവന്റെ കരുണ സൃഷ്ടികൾക്ക് നൽകുന്നവൻ. അൽ അലീം, എല്ലാം അറിയുന്നവൻ. അൽ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവൻ, ഒരു പരിധിയുമില്ലാതെ എല്ലാം എവിടെ വെച്ചും കേൾക്കുന്നവൻ. അൽ ബസീർ, എല്ലാം കാണുന്നവൻ. അൽ മലിക്, സർവാധിപത്യമുള്ളവൻ. ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും നിങ്ങൾ എടുത്തു. അർ റഖീബ്, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ. അൽ ഹഫീദ്, സംരക്ഷണം നൽകുന്നവൻ. അൽ ലത്തീഫ്, നിരീക്ഷിക്കുന്നവൻ, അനുകമ്പയുള്ളവൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും എടുത്താൽ അത് ഏറ്റവും മനോഹരമാണ്. അള്ളാഹുവിന്റെ ദീൻ അതിമനോഹരമാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ അതിമനോഹരമാണ്. അള്ളാഹു അയച്ച റസൂൽ, പ്രവാചകന്മാർ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവരാണ്. അവർ കൊണ്ടുവന്ന ആദർശം ഏറ്റവും നല്ല ആദർശമാണ്. ഈ ദീനിലെ ശരീഅത്ത് നിയമങ്ങൾ ഏറ്റവും പരിപൂർണമാണ്, നീതിയുള്ളതാണ്. ഇങ്ങനെ ഏതും 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 അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? അതിവിശിഷ്ടമാണ്. എന്തെങ്കിലും ഉണ്ടോ മോശമായത്? എന്തെങ്കിലും ഒരു ന്യൂനത? ഇല്ല. അള്ളാഹു അസ്സലാം, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അവൻ സമാധാനവും രക്ഷയും ഒക്കെ നൽകുന്നവനാണ്. അതേപോലെ തന്നെ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അള്ളാഹുവിന് ഒരു ന്യൂനതകളുമില്ല, ഒരു കുറവുമില്ല. അവൻ അൽ ഹൈ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അവൻ സ്വയം നിലനിൽക്കാനും മറ്റുള്ളവരെ നിലനിർത്താനും കഴിവുള്ളവനാണ്. അവൻ അസ്സമദ്, സ്വയം പര്യാപ്തതയുള്ളവനാണ്. ഒരാളുടെ സഹായവും അള്ളാഹുവിന് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര നാമങ്ങൾ നോക്കും നിങ്ങൾ. ഓരോന്നും അതിന്റെ വിശേഷണങ്ങൾ ഒക്കെ അതിവിശിഷ്ടമാണ്. എല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്തയ്യിബാണ്. അള്ളാഹു തയ്യിബുൻ, അള്ളാഹു അതിവിശിഷ്ടനാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ അള്ളാഹു വിശിഷ്ടമായതേ സ്വീകരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതം, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നന്നാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തയ്യിബായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ നല്ലതായിരിക്കണം. നല്ല വാക്കുകൾ, നന്മകൾ, സത്യം, ഇങ്ങനെയുള്ള വിശിഷ്ടമായത് മാത്രമേ വരാൻ പാടുള്ളൂ. ദിക്റുകൾ, ദുആകൾ, അങ്ങനെയുള്ളത് നല്ലത്. ഇത് പറയാൻ എളുപ്പമാണ്, ദേഷ്യം പിടിച്ചാൽ കാണാം നമ്മളെ കോലം. അങ്ങനെ വരുത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ വാക്ക് വിശിഷ്ടമായ വാക്കുകളായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം. ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും ഒക്കെ, ജനങ്ങൾ കാണുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പും തോന്നുന്നുവെങ്കിൽ, നമ്മൾ ഒറ്റക്കാകുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്.
വഹുവ മഅക്കും ഐനമാ കാന. അവരെവിടെയായിരുന്നാലും അള്ളാഹു കൂടെയുണ്ട്. അഥവാ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അള്ളാഹു അറിവുകൊണ്ടും കഴിവുകൊണ്ടും എല്ലാവരുടെയും കൂടെ തന്നെയുണ്ട്. അവൻ സമീപത്ത് തന്നെയുണ്ട് ഈ അർത്ഥത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കായി എന്ന് പറയരുത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ, നമ്മുടെ ഇബാദത്തുകളിൽ സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് അത്തഹിയാതു ലില്ലാഹി വത്തയ്യിബാതു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു എല്ലാ അഭിവാദ്യങ്ങളും അഥവാ എല്ലാ ആദരവും, എല്ലാ പുകഴ്ത്തലുകളും, പ്രശംസകളും, എല്ലാ മഹത്വപ്പെടുത്തലുകളും അവന് മാത്രം അർഹതപ്പെട്ടതാണ്. വത്തയ്യിബാത്ത്, അവൻ അതിവിശിഷ്ടനാണ്. വത്തയ്യിബാത്ത്, എല്ലാ വിശിഷ്ടമായ കാര്യങ്ങളും അള്ളാഹുവിന് ഉള്ളതാകുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങേക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്. ഷെയ്ഖ് പറയുന്നു, തദ്ഉ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാമതി വറഹ്മതി വൽബറകതി വറഫഇ ദറജതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്? ബിസ്സലാമ, അള്ളാഹുവേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ രക്ഷ നൽകണേ. വറഹ്മ, കരുണ ചൊരിയണേ. വൽബറക, അനുഗ്രഹം ചൊരിയണേ. വറഫഇ ദറജ, അവിടുത്തെ പദവികൾ നീ ഉയർത്തി കൊടുക്കണേ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വല്ലദീ യുദ്ആ ലഹു മാ യുദ്ആ മഅല്ലാഹ്, അവിടെ അഖ്ദിയായ നമ്മുടെ വിശ്വാസപരമായ ഒരു കാര്യം ഷെയ്ഖ് സൂചിപ്പിക്കാൻ. എന്താണത്? വല്ലദീ യുദ്ആ ലഹു, ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കപ്പെടുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊപ്പം നമ്മൾ ആ വ്യക്തിയെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. നമ്മൾ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിരിക്കെ ആ റസൂലിനോട് നമ്മൾ എന്ത് ചെയ്യരുത്? ദുആ ചെയ്യരുത്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാപമോചനം തേടുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല, പാടില്ല എന്നതാണ് അത്തഹിയാത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുക എന്നത് നമുക്ക് പാടില്ലാത്തതാണ്. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. ശേഷം നമ്മൾ പറയുന്നത് എന്താണ്? അസ്സലാമു അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ നിന്റെ രക്ഷയുണ്ടാവട്ടെ. അഥവാ നമുക്ക് അത്തഹിയാത്ത് ചൊല്ലുന്ന ഓരോരുത്തർക്കും വേണ്ടി അവനവൻ ദുആ ചെയ്യുകയാണ്. വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, അതോടൊപ്പം നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലും നിന്റെ രക്ഷയുണ്ടാവട്ടെ. തുസല്ലിമു അലാ നഫ്സിക, നിനക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് സലാമിനെ ചോദിക്കുകയാണ്. വഅലാ കുല്ലി അബ്ദിൻ സാലിഹിൻ മിൻ അഹ്ലി സ്സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ള അള്ളാഹുവിന്റെ എല്ലാ സച്ചരിതരായ അടിമകൾക്ക് വേണ്ടിയും നീ ചോദിക്കുകയാണ്. നോക്കൂ, നമുക്ക് വേണ്ടിയും സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയും ലോകത്തുള്ള സർവ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുകയാണ്. വസ്സലാമു ദുആഉൻ, അസ്സലാം എന്നത് പ്രാർത്ഥനയാണ്. അല്ലെ, നമ്മൾ സാധാരണ ഒരാൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയൽ എന്താണ്? അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. അത് നിസ്കാരത്തിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യം മുന്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി
സലാം പറയുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് സലാമിനെ ചോദിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആദ്യം നമ്മളെ പറയാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യത അതാണ്. നമ്മേക്കാൾ നമുക്ക് പ്രാധാന്യവും നമുക്ക് സ്നേഹവും അടുപ്പവും ആരോടാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നമുക്ക് നമ്മുടെ സ്വന്തത്തെക്കാൾ പ്രിയപ്പെട്ടതാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആദ്യം ചോദിച്ചു, പിന്നെ നമുക്ക് വേണ്ടി ചോദിച്ചു. അതുപോലെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയും ചോദിച്ചു. ഇത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. വസ്സാലിഹൂന യുദ്ആ ലഹും വലാ യുദ്ഔന മഅല്ലാഹ്. സ്വാലിഹീങ്ങളും നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവിനോടൊപ്പം അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. എത്ര വലിയ സ്വാലിഹായ മനുഷ്യനായാലും അവരോട് പ്രാർത്ഥന പാടുള്ളതല്ല, മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, അത്തഹിയാത്ത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ തൗഹീദ് പഠിപ്പിക്കും. എന്താണ് അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയായ തൗഹീദ് എന്ന് ഈ അത്തഹിയാത്ത് നമുക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സൃഷ്ടികളിൽ ഉത്കൃഷ്ടനായ വ്യക്തിയാണ്. അവിടത്തേക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. പിന്നെ വേറെ ആരും കൊണ്ടോ? ഇല്ല. അവിടത്തേക്ക് പോലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അതുപോലെ സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു, എല്ലാവരും പെട്ടു. ആകാശ ഭൂമികളിലുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവർ ദുആഇന് ആവശ്യക്കാരാണ്. നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ സ്വാലിഹീങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോട് സലാമിനെ ചോദിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ കാണാം, റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, പിന്നെ നമ്മുടെ സഹോദരങ്ങൾക്കും. അത് മഹത്തായ കാര്യമാണ്. ഈ ഭാഗത്ത് സഹോദരങ്ങളെ വലിയൊരു ഗുണപാഠമുണ്ട്. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല, അവിടുന്ന് പ്രാർത്ഥനക്ക് ആവശ്യക്കാരനാണ്. അതുപോലെ സ്വാലിഹീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർ പ്രാർത്ഥനക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം. അതുപോലെ തന്നെ മറ്റൊരു ഗുണപാഠമുള്ളത് എന്താണ്? ഈ പ്രാർത്ഥന ഓരോ മുസ്ലിമും അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കും. അല്ലാഹുവേ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് നീ സലാം നൽകണേ, രക്ഷയും സമാധാനവും ഒക്കെ നൽകണേ. അപ്പൊ അതിലൊരു ഗുണപാഠമുണ്ട്. നമ്മൾ സ്വാലിഹീങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ, ഓരോ മുസ്ലിം പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥനയിൽ നമ്മളും ഉൾപ്പെടും. നമ്മൾ സ്വാലിഹീങ്ങളല്ലെങ്കിലോ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുകയില്ല. നോക്കൂ, ലോകത്ത് നിസ്കാരം ഒഴിഞ്ഞിട്ടൊരു സമയമുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലാഹു അഅലം. എല്ലാ സമയത്തും മുസ്ലിമീങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ നിസ്കാരത്തിലൊക്കെ തശഹുദിൽ ഇത് പ്രാർത്ഥിക്കും. ഓരോ മുസ്ലിമും നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആ പരിധിയിൽ ഉൾപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്വാലിഹീങ്ങളാവണം, നമ്മൾ സച്ചരിതരാവണം, നല്ല മനുഷ്യരാവണം. ഈമാൻ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, നല്ല ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ നന്നായാൽ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മളും ഉൾപ്പെടും. നോക്കൂ, എത്ര വലിയൊരു ഫായിദയാണെന്ന് നോക്കൂ. ഇത് വലിയൊരു ഗുണപാഠമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നന്നാവാനുള്ള ഒരുപാട് പ്രേരണകൾ ഈ അത്തഹിയാത്തിലുണ്ട്. ഒരുപാട് അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചു കൊടുത്ത അത്തഹിയാത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് പ്രാർത്ഥിക്കുകയാണ്. ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു.
ഈ സാക്ഷ്യം എന്താണ്? ദൃഢതയുടെ സാക്ഷ്യമാണ്. അള്ളാഹുവിനെ മാത്രമേ ഇനി ഞാൻ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. അതാണ് ഈ സാക്ഷ്യത്തിന്റെ താല്പര്യം. ഷെയ്ഖ് പറയുന്നു, തശ്ഹദു ഷഹാദത്തൽ യഖീൻ. ഇത് അത്തഹിയാത്തിൽ നീ പറയലോടുകൂടി എന്താണ്? യഥാർത്ഥത്തിൽ ദൃഢതയുള്ള ഉറച്ച നിശ്ചയദാർഢ്യത്തിന്റെ സാക്ഷ്യം വഹിക്കലാണിത്. എന്താണത്? അല്ലാ യുഅബദ ഫിസ് സമാഇ വൽ അർളി ബിഹഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന നിശ്ചയദാർഢ്യത്തിന്റെ വാക്കാണ് നമ്മൾ ഈ പ്രഖ്യാപിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് തശഹൂദ്. അത്തഹിയാതു ലില്ലാഹി വസ്സലവാതു വത്തയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വേറെ ചില റിവായത്തിൽ അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാതു തയ്യിബാതു എന്ന് കാണാം. ഇങ്ങനെ ഹദീസിൽ സ്ഥിരപ്പെട്ടത് നമുക്ക് ചൊല്ലാം. അതിൽ അൽ മുബാറകാതു എന്നധികം വന്നിട്ടുണ്ട്, അഥവാ അനുഗ്രഹീതമായത്. എല്ലാ അനുഗ്രഹവും റബ്ബിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതാണ് അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അവൻ പഠിപ്പിച്ചതിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹം തേടാൻ സാധിക്കുക. അവനാണ് അനുഗ്രഹം ചൊരിഞ്ഞു നൽകേണ്ടത്, അവനാണ് ബറക്കത്ത് നൽകേണ്ടത് എന്നുകൂടി വേറെ ചില റിവായത്തിൽ കാണാം. ഇത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തെറ്റാതെ നമ്മുടെ മനസ്സിൽ ഇതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലാൻ സഹോദരങ്ങളെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ ബാക്കി ഇനി കുറച്ചുകൂടിയുണ്ട്. അതുപോലെ അതിനുശേഷമുള്ള 2 റുക്നുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? നിസ്കാരത്തിന്റെ എത്ര റുക്നുകൾ പറഞ്ഞു? 4 റുക്നുകൾ പറഞ്ഞു. അത്തുമഇനീനതു ഫി ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവർത്തനങ്ങളിലും അടക്കം പാലിക്കുക എന്ന് പറഞ്ഞു. വത്തർതീബു ബൈനൽ അർക്കാൻ, 10ാമത്തേത് അതാണ്. റുക്നുകൾക്കിടയിൽ ക്രമം പാലിക്കുക, തർത്തീബ് പാലിക്കുക. 11ാമത്തേത് വത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹൂദ് അഥവാ നമ്മളിപ്പോൾ പറഞ്ഞ തഹിയാത്ത്. 12ാമത്തേത് വൽ ജുലൂസു ലഹു, അതിനു വേണ്ടി ഇരിക്കൽ. ഇനി 13ഉം 14ഉം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കേവലം കേട്ടു പോവുക എന്നൊരവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും, നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മുടെ ഇബാദത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് ഉപകാരപ്രദമായ ഇൽമാവുകയുള്ളൂ. നാഫിയായ ഇൽമ എന്ന് പറഞ്ഞാൽ പഠിച്ച് അത് ജീവിതത്തിൽ പ്രവർത്തിക്കലാണ്. അപ്പോഴാണ് അത് ഉപകാരപ്രദമായ ഇൽമാവുക. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സംശയമുള്ള കാര്യങ്ങൾ അത് വീണ്ടും കേൾക്കുകയോ അതല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്ത് ഉറപ്പുവരുത്തി അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.